ഹായ് ഗീസ്, നമസ്കാരം. ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ സ്ഥാപനമാണ് മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. മാവേലിക്കരയിലാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ റിപ്പയറിങ് സർവീസിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിപ്പിച്ച് കുട്ടികളെ സ്മാർട്ട് ഫോൺ കമ്പനികളിലേക്ക് ജോലിക്ക് വിടുക എന്നുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്പോർട്സ് ഡേയുടെ വീഡിയോ ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ചിരുന്നു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ താരങ്ങളായിട്ടുള്ള സൈക്കോ അളിയൻസും അതോടൊപ്പം ശ്രീകാന്ത് വെട്ടിയാറും. സൈക്കോ അളിയൻസിനെ എല്ലാവർക്കും അറിയാം. അവരുടെ ഷോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. നമ്മളും ആ സൈക്കോ അളിയൻസ് ടീമിലൊരു മെമ്പറാണ്. അതോടൊപ്പം നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാർ, നമുക്കറിയാം, നല്ല അടിപൊളി വീഡിയോകൾ കൊണ്ട് സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ആളാണെന്ന് തന്നെ പറയാം. ശ്രീകാന്ത് വെട്ടിയാറും അമ്മയും കൂടെയാണ്. അപ്പം ഇവരെല്ലാവരും കൂടെ, ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാം കൂടെ ഒരു ടീമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ് മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളുമായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കളിയുടെ മുഴുവൻ ഭാഗങ്ങളും അല്ല, കളിയുടെ ഹൈലൈറ്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്ന, അതിൽ തഗ്ഗടിക്കുന്ന ആൾക്കാരൊക്കെ ക്രിക്കറ്റുകളിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാമല്ലോ. അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസും ഒക്കെ ആയിട്ടാണ് ഇനി വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ, ഇപ്പോൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാറിൻ്റെയും സൈക്കോ അളിയൻസിൻ്റെയൊക്കെ ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. കൂടെ നമ്മുടെ മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേരും. ഓക്കെ, അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മാവേലിക്കരയിലുള്ള പ്ലേ സോൺ ടർഫ് വെച്ചിട്ടാണ് നമ്മൾ ഗെയിമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അളിയന്മാരും നമ്മുടെ സ്റ്റുഡൻസും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നന്തോളിനോട് ബാറ്റൊക്കെ വെച്ചിട്ട് ചെറിയ പ്രാക്ടീസ് പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ പ്ലാനും പദ്ധതിയൊക്കെയാണ്. അപ്പോൾ ആണ് നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാർജി ഇങ്ങനെ നടന്ന് കയറി വരുന്നുണ്ട്. ശ്രീകാന്ത് വെട്ടിയാർ ഒരു ഫ്രണ്ടും കൂടാണ് വന്നത്. ഫ്രണ്ട് വെറുതെ കൂടെ വന്നതേ ഉള്ളൂ. അപ്പം വെട്ടിയാറിനെ എല്ലാവരും കണ്ട് പോയി സംസാരിക്കുകയാണ്. ഒത്തിരി ഞങ്ങളങ്ങനെ പലപ്പോഴും കാണാറില്ല, അടുത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിലും പലപ്പോഴും കാണാറില്ല. അങ്ങനെ കണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ടോസിങ് കഴിഞ്ഞു. ബിനുബ്രോയാണ് എതിർ ടീമിൻ്റെ ക്യാപ്റ്റൻ. ടോസ് നമുക്ക് അനുകൂലമായിട്ട് കിട്ടി. അങ്ങനെ നമ്മൾ ബാറ്റിംഗ് എടുത്തു. ആദ്യം ബാറ്റിങ്ങിന് കയറിയ നിതിനളിനാണ്. നിതിനളി ഫസ്റ്റ് ബോളിൽ തന്നെ 6 അടിച്ചു. പക്ഷേ വേറൊരു കാര്യം, സെക്കൻഡ് ബോളിൽ നിതിനളിന് ഔട്ടായി. സ്ട്രൈക്ക് റേറ്റ് അതുകൊണ്ട് ഹൈ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരത്തളിയൻ കയറി. ഒരു സൈഡിൽ ശ്രീതളിയൻ നിപ്പുണ്ട്. അപ്പോൾ കളി ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരത്തളിയൻ്റെ കയ്യിൽ നിന്ന് ബാറ്റ് തെറിച്ച് ദൂരോട്ട് പോയി. അങ്ങനെ ശരത്തളിയൻ സിംഗിൾ എടുത്ത് ശ്രീതളിയൻ കൊടുത്തു. ശ്രീതളിയൻ വന്ന് വെച്ചടിക്കുന്നുണ്ട്. ഒരു റണ്ണൊക്കെ കിട്ടി. പക്ഷേ ശ്രീതളിയൻ അൺഫോർച്ചുനേറ്റ്ലി റണ്ണൗട്ടായി. പിന്നെ ശ്രീകാന്ത് വെട്ടിയാറാണ് കയറിയത്. ശ്രീകാന്ത് വെട്ടിയാറിനെ കണ്ടാൽ തന്നെ അത്യാവശ്യം കളിക്കുമെന്നാണ് തോന്നുന്നത്. നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ പുള്ളി അത്യാവശ്യം കളിക്കുന്ന ആളാണെന്ന് ബാറ്റ് ചെയ്യുന്നുണ്ടപ്പോൾ മനസ്സിലായി. വളരെ അടിപൊളി ആയിട്ട് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ പുള്ളി ബാറ്റൊക്കെ എടുത്ത് അങ്ങനെ പരിപാടി തുടങ്ങി. റണ്ണ് മോശമൊന്നും അല്ല. നമുക്ക് 10-15 റണ്ണ് ആദ്യത്തെ ഓവറിൽ തന്നെ കിട്ടി. ഇനി രണ്ടാമത്തെ ഓവർ ഇങ്ങനെ തുടങ്ങി. ശ്രീകാന്ത് വെട്ടിയാർ ഇങ്ങനെ ഒന്ന് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അടി തുടങ്ങി പതിയെ. പക്ഷേ മുകളിലത്തെ നെറ്റെ തട്ടി അത് 6 ഒന്നും പോയില്ല. ഒരു റണ്ണ് പക്ഷേ ഓടിയെടുത്തു. രണ്ടാമത്തെ റണ്ണൂടെ ഓവർ ത്രോയിൽ കൂടെ ഓടി എടുത്തു. അങ്ങനെ 1-2 ഒക്കെ എടുത്തുകൊണ്ടിരുന്ന പറ്റത്തില്ലെന്ന് മനസ്സിലായി. ശ്രീകാന്ത് വെട്ടിയാർ 6 ഒക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് റണ്ണ് അങ്ങനെ കൂടി പോവാണ്. ശരത്തളയിനാണ്ട് ഔട്ടായി. നമ്മുടെ പിള്ളേരും മോശമല്ലാതെ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സൈഡിൽ ശ്രീകാന്ത് വെട്ടിയാർ നന്നായിട്ട് കളിക്കുന്നു. അപ്പോൾ നന്തോളിയൻ ഓപ്പോസിറ്റ് സൈഡിൽ കയറി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സിംഗിളും ഡബിളും ഒക്കെ എടുത്ത് ഓട്ടത്തിൽ കൂടെയൊക്കെ കുറച്ച് റണ്ണൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നന്തോളിയൻ ഔട്ടായി. അത് കഴിഞ്ഞപ്പോൾ റൊമാൻസ് കുമാറാണ് കയറിയത്. റൊമാൻസ് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. റൊമാൻസ് ബോളിങ്ങും ബാറ്റിങ്ങും എല്ലാം കൈകാര്യം ചെയ്യും. ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ നന്തോളിയൻ നിപ്പുണ്ട്. ശ്രീകാന്ത് വെട്ടിയാറാണ് ഇതിനു മുമ്പ് ഔട്ടായത്. അപ്പം ഔട്ടായവരെല്ലാം കൂടെ അവിടെ കൂടിയിരിപ്പുണ്ട്, നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. നമ്മുടെ അളിയൻസിൻ്റെ ടീമിൻ്റെ മാനം കാക്കാൻ വേണ്ടി വീണ്ടും നമ്മുടെ റൊമാൻസ് അടുത്ത 6 അടിക്കുവാണ്. ആദ്യ 6, ദാറ്റ് ഈസ് 6. അങ്ങനെ 6ഉം 4ഉം ഒക്കെ ആയിട്ട് ഇങ്ങനെ റണ്ണിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് അങ്ങനെ അവർ ഔട്ടായപ്പോൾ ഞാൻ കയറി. എനിക്ക് കാര്യമായിട്ടുള്ള കളിയൊന്നും കളിക്കാൻ പറ്റിയില്ല. കുറച്ച് സിംഗിളൊക്കെ എടുത്തു. അതിന് ശേഷം ഞാൻ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ നോക്കുകയാണ്. ഞാൻ ഒത്തിരി മുന്നിലായിരുന്നു. ഔട്ടായി. എന്നെ സ്റ്റംപ് ചെയ്തു. അതിനുശേഷം ഒരു സൈഡ് നമ്മുടെ പ്രവീണും അതിന് ഇപ്പുറ സൈഡ് നമ്മുടെ റൊമാൻസും കളിക്കാൻ തുടങ്ങി. കളി ഇങ്ങനെ മുന്നോട്ട് പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റണ്ണ് ആടാകുന്നുണ്ട്. റൊമാൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പ്രവീൺ അവിടെ ഒരു സൈഡിൽ നോൺ സ്ട്രൈക്കിംഗ് എൻഡിലുണ്ട്. റണ്ണിങ്ങനെ ഓവർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് 1ഉം സിംഗിളും ഡബിളും ഒക്കെ ആയിട്ട് അത്യാവശ്യം റണ്ണ് നന്നായിട്ട് കയറി പോകുന്നുണ്ട്. 8 ഓവറിനായിരുന്നു കളി. അങ്ങനെ നമ്മൾ 8 ഓവർ കൊണ്ട് ഏകദേശം 75 റണ്ണോളം എടുത്തു.
അതിനുശേഷം നമ്മുടെ ബോളിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഓവറിൽ തന്നെ നമ്മൾ വിക്കറ്റ് ഇട്ടു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നിതിൻ അളിയനാണ് ആദ്യം ബോൾ ചെയ്തത്. ബിനു ബ്രോ, അതായത് നമ്മുടെ എതിർ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ബാറ്റ് ചെയ്യുന്നത്. ഇപ്പം ബിനു ബ്രോയുടെ നിയന്ത്രണത്തിലാണ് അവിടെ അവർ കളിക്കുന്നത്. അവർ സിംഗിളൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. നിതിൻ അളിയനാണ് ബോൾ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കാം, ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഫീൽഡ് ചെയ്യുകയാണ്. ഒരു ഓവർ കഴിഞ്ഞു, വിക്കറ്റും ഒക്കെ കിട്ടി. അടുത്ത ഓവർ എറിയാൻ വേണ്ടി ശ്രീകാന്ത് ജി വന്നു. ശ്രീകാന്താണ് എറിയുന്നത്. പുള്ളിക്കാരനിട്ട് നന്നായിട്ട് ഫീൽഡ് ചെയ്യുന്നുണ്ട് പുള്ളി. അങ്ങനെ പുള്ളിയുടെ ഓരോ ബോളും പിടിച്ച് എറിയുന്നുണ്ട്. അത്യാവശ്യം അടിക്കാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫീൽഡിങ്ങിൽ നമ്മൾ ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു വിക്കറ്റൂടെ പോയിരിക്കുകയാണ്. അതൊരു കറക്റ്റ് ത്രോ കിട്ടി. ബിനു ബ്രോ ആണ്ടെ അടിക്കുന്നു. ബിനു ബ്രോ ഒരു 6 അടിച്ചിരിക്കുകയാണ് ശ്രീകാന്ത് വെട്ടിയാറിനിട്ട്. അത് നമുക്ക് സുബിൻ ക്യാച്ച് എടുത്തു, അവർ ഔട്ടായി. അവർക്ക് വിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഓവർ എറിയാനായിട്ട് ഞാനാണ് വരുന്നത്. എനിക്കിട്ട് അത്യാവശ്യം അടിയൊക്കെ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബോളിൽ തന്നെ 6 കിട്ടി. പക്ഷേ അതിനുശേഷം അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു. അതിനുശേഷം നമ്മുടെ പ്രവീണിന് ശേഷം വീണ്ടും ശ്രീകാന്ത് വെട്ടിയാറും ഒക്കെ എറിയാൻ പോകുന്നു. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിക്കറ്റ് എടുക്കുന്നുണ്ട് എല്ലാ ആൾക്കാരും. ശ്രീകാന്തുമായി പിന്നെയും ബോൾ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ പിടിക്കുന്നുണ്ട്. ആദ്യത്തെ കളി ജയിക്കണം, എന്നാലേ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ശ്രീകാന്ത് വെട്ടിയാറിന് അടുത്ത വിക്കറ്റ് കിട്ടി. നമ്മുടെ പ്രവീൺ ക്യാച്ച് എടുത്തിരിക്കുകയാണ്. ശ്രീകാന്ത് വെട്ടിയാറിൻ്റെ ബോളിൽ ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങളാണ് നിങ്ങൾ കാണുന്നത്. വീണ്ടും അടുത്ത വിക്കറ്റ് നമ്മുടെ ശ്രീതളയും ക്യാച്ച് എടുത്തിരിക്കുകയാണ്. തകർപ്പനൊരു ക്യാച്ച്. ശ്രീകാന്ത് വെട്ടിയാറിൻ്റെ ഓവർ ഇപ്പോൾ അടുപ്പിച്ച് 2 വിക്കറ്റുകൾ പോയി. അങ്ങനെ നമ്മുടെ ടീമിലെ 10ാമത്തെ ആൾ നമ്മുടെ KD അളിയും വന്നിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ 9 പേരുമായിട്ടാണ് കളിച്ചത്. കളി നമ്മുടെ ആദ്യത്തെ കളിയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവർ മാക്സിമം അടിച്ച് കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 6ഉം 4ഉം ഒക്കെ അടിക്കാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ ഫീൽഡിംഗ് ഒക്കെ അതിനനുസരിച്ച് മാറ്റിയിട്ട് ശക്തമായിട്ട് ഫീൽഡ് ചെയ്യാൻ തുടങ്ങി. വീണ്ടും ഞാൻ ബോൾ എറിയാൻ വന്നിരിക്കുകയാണ് ഗെയ്സ്. അങ്ങനെ നമ്മുടെ മറ്റ് സ്റ്റുഡൻസ് ഒക്കെ കാണികളായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ KD അളിയനും അടുത്ത കളി നമ്മുടെ ടീമിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ കളി നമ്മൾ ജയിച്ചിരിക്കുകയാണ് കേസ്. അതിനുശേഷം രണ്ടാമത്തെ കളിയിലും ടോസ് നമുക്ക് കിട്ടി, ബാറ്റിംഗ് തുടങ്ങി. അപ്പോൾ ഇനിയുള്ള ഹൈലൈറ്റ്സും കൂടെ നിങ്ങളിരുന്ന് കാണുക. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ രണ്ടാമത്തെ കളിയിലും മോശമല്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാറ്റിംഗ് ഓർഡറൊക്കെ അതുപോലെ തന്നെ നമ്മുടെ നിതിൻ അളിയനും ശ്രീതളിനോട് കയറിയിരിക്കുകയാണ്. നമ്മുടെ ആദിത്യനായിട്ടിരുന്ന് കളി കാണുന്നു. നമ്മൾ ബാറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി എല്ലാ ആൾക്കാരും ഇവിടെ ഇരുന്ന് ആവേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് നന്ദോളിയൻ ബാറ്റ് ചെയ്യുകയാണ്. നന്ദോളിയൻ ഒരു 6 അടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. യെസ്, ഇറ്റ്സ് എ 6. ബിനു ബ്രോ ആണ് ബോൾ ചെയ്യുന്നത്. നന്ദോളിയൻ ഒഴിഞ്ഞു മാറി വീണ്ടും വൈഡ് കിട്ടുവാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ റണ്ണ് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ കളിയിൽ എത്ര റൺ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അവർ കളി കുറച്ചുകൂടെ ടൈറ്റാക്കി. എനിക്ക് തോന്നുന്നു വാമായി കഴിഞ്ഞപ്പോൾ കളി കുറച്ചുകൂടെ ടൈറ്റായി. അവർ അത്യാവശ്യം കുഴപ്പമില്ല ബോൾ ചെയ്യാനും ഫീൽഡ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ കളിയും വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ വിക്കറ്റും അതിനനുസരിച്ച് ആൾക്കാർ എടുക്കുന്നുണ്ട്. നന്ദോളിയൻ ഔട്ടായി കഴിഞ്ഞപ്പം നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാർ വന്നു. ശ്രീകാന്ത് വെട്ടിയാറിലാണ് നമ്മുടെ ഏക പ്രതീക്ഷ. ആക്ച്വലി നമ്മൾ പുള്ളിയും കൂടെ ടീമിൽ വിളിച്ച് വളരെ നന്നായെന്ന് നമുക്ക് അത് കഴിഞ്ഞപ്പോഴാണ്. സൽമാനാണ് ബോൾ ചെയ്യുന്നത്. സൽമാനെ തലങ്ങും വിലങ്ങും അടിക്കാനായിട്ട് ശ്രീകാന്ത് ജി നോക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ 6ഉം 4ഉം ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഓവർ കഴിഞ്ഞ് അടുത്ത ഓവർ സ്റ്റാർട്ടായി. ശ്രീജിത്ത് അളിയൻ ഒരു സൈഡിൽ ബാറ്റ് ചെയ്യുന്നു, ഒരു സൈഡിൽ ശ്രീകാന്ത് വെട്ടിയാർ ബാറ്റ് ചെയ്യുന്നു. റണ്ണ് സിംഗിളൊക്കെ എടുത്ത് റണ്ണിങ്ങനെ ആഡായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ കളി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ കളിയും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. എല്ലാവരും മാക്സിമം നന്നായിട്ട് കളിച്ചു. നമ്മുടെ ടീമിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോറിലോട്ട് എത്താൻ പറ്റി. പക്ഷേ ആദ്യത്തെ കളിയുടെ അത്രയും സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. കാരണം അത്രയും നന്നായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരും ബാറ്റ് ചെയ്തില്ല.
നമ്മൾ ഏകദേശം ഒരു 58 റണ്ണോളം എടുത്തു. രണ്ടാമത്തെ കളി ആയപ്പോഴത്തേക്കും ആദ്യത്തെ ഓവർ ഞാനാണ് ബാറ്റ് ചെയ്യാൻ കയറുന്നത്. പക്ഷേ എനിക്ക് ആദ്യത്തെ ബോളിൽ തന്നെ എനിക്ക് ഒരു 6 കിട്ടി. പക്ഷേ ബാക്കി എല്ലാ ബോളും നന്നായിട്ട് പിടിച്ചെറിഞ്ഞ് അധികം റണ്ണ് കൊടുക്കാതെ ഫസ്റ്റ് ഓവർ ഞാൻ പിടിച്ചു. ഓവറായിട്ട് കൊടുത്തില്ല, ഒരു 6 എന്തായാലും കിട്ടി. അതിനുശേഷം നമ്മൾ ശ്രീകാന്ത് വെട്ടിയാർ ബോൾ ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് വിക്കറ്റ് കിട്ടി. ആദ്യത്തെ ഒരു ഓവറിൽ കഴിഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ ഓവറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചെറിഞ്ഞു. അതുകൊണ്ട് റണ്ണ് നന്നായിട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കളി നല്ല ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത്തവണത്തെ ഒരു പ്രത്യേകത നമ്മുടെ KD കളീനും നമ്മുടെ ടീമിലുണ്ടെന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ 2 ടീമിൽ 9 ആൾക്കാർ വെച്ചിട്ടാണ്, ഇപ്പോൾ 10 ആൾക്കാർ വെച്ചിട്ടായി. ഈ കളിയും 8 ഓവറിന് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കൂ, പിള്ളേർ നല്ല അടിയൊക്കെ അടിക്കുന്നുണ്ട്, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഭയങ്കര അതിശക്തമായ ഫീൽഡിങ്ങുമായിട്ട് ശ്രീകാന്ത് വെട്ടിയാർ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കളി കഴിഞ്ഞു. ആക്ച്വലി രണ്ടാമത്തെ കളി നമ്മൾ ജയിച്ചു. മൂന്നാമത്തെ കളിയുടെ ബാറ്റിംഗ് ആണ്. മൂന്നാമത്തെ കളി നമ്മൾ ഈ ടർഫ് 2 മണിക്കൂർ നേരത്തേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 മണിക്കൂർ ആകാനായിട്ട് സമയം കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് മൂന്നാമത്തെ കളി നമ്മൾ 6 ഓവറിലാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ വിക്കറ്റൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ശ്രീകാന്ത്ജിയും അതുപോലെ തന്നെ നന്ദുവളീനും ഒക്കെ കളിച്ചു. ഇപ്പം നമ്മുടെ റൊമാൻസ് കുമാറിലാണ് നമ്മുടെ പ്രതീക്ഷ. ബിനുറോയാണ് ബോൾ ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി. റൊമാൻസ് മാത്രം നല്ല പെർഫോമൻസ് ആയിട്ട് കളിക്കുന്നുണ്ട്. 3 കളിയിലും ഒരുപോലെ കളിച്ചു. പുള്ളി ബോളും ചെയ്തു, ബാറ്റും ചെയ്തു, വിക്കറ്റ് നേടി, കുറച്ച് 6 ഒക്കെ അടിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ കളിയുടെ ബോളിംഗ് ഇങ്ങനെ വളരെ ശക്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ടൈറ്റാണ് കളി. മൂന്നാമത്തെ കളി ആയപ്പോഴത്തേക്കും കുട്ടികൾ നന്നായിട്ട് കളിക്കാൻ തുടങ്ങി. നമുക്ക് അധികം റൺ എടുക്കാനൊന്നും പറ്റുന്നില്ല. നല്ല ഫീൽഡിങ്ങും നല്ല ബോളിങ്ങുമായിട്ട് അവരങ്ങ് കളം നിറഞ്ഞ് കളിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ബോളിംഗ് തുടങ്ങി. നമ്മൾ അവസാനം വരെ പിടിച്ച് കളിച്ചു. പക്ഷേ ലാസ്റ്റ് ഓവർ നമ്മുടെ നന്ദുവളിയൻ വന്നു. നന്ദുവളിയൻ ഇട്ട് 2-3 6 അടിച്ച് അവരങ്ങ് കളി ജയിച്ചു. അങ്ങനെ 2-1 എന്ന നിലയിൽ പരമ്പര കഴിഞ്ഞു. പിള്ളേർക്കും ഭയങ്കര ഹാപ്പിയായി. ലാസ്റ്റ് അവസാന നിമിഷത്തിലേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് വെട്ടിയാറും സൈക്കോ അളിയൻസുമായിട്ടുള്ള ടീമും മലേഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നടന്ന ടീമിലെ കളി വളരെ അടിപൊളിയായിട്ട് പര്യവസാനിച്ചു. പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയായി. എല്ലാവരും വന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ താരങ്ങളോട് സെൽഫി എടുക്കാനായിട്ടുള്ള തിരക്കിലായിരുന്നു. പിന്നെ എല്ലാവരോടും കൂടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ ഇനിയും കളിക്കണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ അതിനുശേഷം സെൽഫിയും വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങ് എൻജോയ് ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്